ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. പട്ടുറുമാൽ പാർട്ട് 13. ബെല്ലടി കേട്ടതോടെ ആസ്യ വാതിൽ തുറന്നു. ഇതല്ലേ അനീസയുടെ വീട്? ഇൻസ്പെക്ടർ ചോദിച്ചു. അതെ. എവിടെ? വിളിക്ക്. എന്തിനാണ് സാർ? അത് അവളോട് പറഞ്ഞോളാം. ഞാൻ അവളുടെ ഉമ്മയാണ്, എന്നോട് പറഞ്ഞാലും മതി. പറയാതെ വിളിക്കില്ലേ? ഇല്ല സാർ. ഇൻസ്പെക്ടർ വർഗീസ് കുര്യൻ വർദ്ധിച്ച ദേഷ്യത്തോടെ ഒരടി മുന്നോട്ട് വെച്ചു. നോ സാർ, ഇത് രാത്രിയാണ്. സ്ത്രീകൾ തന്നെ താമസിക്കുന്ന വീടാണിത്. സാർ ആ മുറ്റത്ത് നിന്നാൽ മതി. ആസ്യ കർശനമായി പറഞ്ഞു. ആ മുഖം അത്യന്തം ഗൗരവം പൂണ്ടിരുന്നു. അവർ ഇൻസ്പെക്ടറെ മാത്രമല്ല, ഇടയ്ക്കിടെ അബ്ദുൽ സമദിനെയും വഹാബിനെയും നോക്കി. ഓഹോ, എന്നോട് ആജ്ഞാപിക്കുന്നോ? വർഗീസ് കുര്യന് ദേഷ്യം ഇരട്ടിച്ചു. അയാൾ വരയാന്തയിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ ചെവിയിൽ പറഞ്ഞു. സർ, ആ സ്ത്രീയെ കണ്ടിട്ട് അത്ര ചില്ലറക്കാരിയല്ല. ഏതോ ഉയർന്ന ഉദ്യോഗസ്ഥയാണെന്ന് തോന്നുന്നു. ആരാ ഏതാന്ന് കൃത്യമായിട്ട് അറിയാതെ പുലിവാല് പിടിക്കണോ സാർ? ഇൻസ്പെക്ടർ പെട്ടെന്ന് അടവ് മാറ്റി. മകളെ വിളിക്കേ. ഇപ്പോഴും കാര്യം പറഞ്ഞിട്ടില്ല സാർ, ആസ്യ പറഞ്ഞു. അനീസെ വഹാബ് എന്നൊരാൾ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി കിട്ടിയിരിക്കുന്നു. അന്വേഷിക്കാൻ വന്നതാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. ഞാൻ അവളുടെ ഉമ്മയാണ്. ഞാനങ്ങനെ ഒരു പരാതി തന്നിട്ടില്ലല്ലോ സാർ. ആ കുട്ടിയുടെ ബാപ്പയാണ് തന്നത്. ആ കുട്ടിക്ക് ബാപ്പയില്ല സാർ, ആസ്യ പറഞ്ഞു. അബ്ദുൽ സമദ് അവരെ തുറിച്ചു നോക്കി. വഹാബ് അല്പം ഞെളിഞ്ഞു നിന്നുപോയി. തല അല്പം കൂടി ഉയർന്നു. അഭിനന്ദിക്കുന്നത് പോലെ ആസിയെ നോക്കി. പിന്നെ താൻ എന്തിനാടോ പരാതി തന്നത്? ഇൻസ്പെക്ടർ ചോദിച്ചു. തൻ്റെ ആരാണ് അനീസ? എൻ്റെ മകളാണ് സാർ, അബ്ദുൽ സമദ് പറഞ്ഞു. ആ നിൽക്കുന്നത് എൻ്റെ ബീവിയാണ്. എൻ്റെ 2 മക്കളും ഇവിടെയുണ്ട്. ഇൻസ്പെക്ടർ നെറ്റി ചുളിച്ചു, ആകെ കൺഫ്യൂഷൻ ആയതുപോലെ. ഈ മനുഷ്യൻ നിങ്ങളുടെ ഭർത്താവല്ലേ? ഇൻസ്പെക്ടർ ആസിയയ്ക്ക് നേരെ തിരിഞ്ഞു. ആയിരുന്നുവെങ്കിൽ സാർ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറന്ന് അയാളാവില്ലേ ആദ്യം വരിക? ഇൻസ്പെക്ടർ ചമ്മിയ മട്ടിലായി. അപ്പോൾ ഇയാൾ നിങ്ങളുടെ ഭർത്താവല്ല? അല്ല. ഇയാൾ നിങ്ങളുടെ മക്കളുടെ ഫാദറും അല്ല. ആ ചോദ്യം അനാവശ്യമാണ് സാർ, ആസ്യ പറഞ്ഞു. ഭർത്താവല്ലാത്ത ആൾ എൻ്റെ കുട്ടികളുടെ ഫാദർ ആകുന്നത് എങ്ങനെ? ഈ ചോദ്യം എന്നെ അപകീർത്തിപ്പെടുത്തലാണ്. ഇൻസ്പെക്ടർ കൂടുതൽ ചമ്മി. അപ്പോൾ പിന്നെ നിങ്ങളുടെ മകളെ ഇയാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് ഇയാൾ പരാതി തന്നതോ? ആ ചോദ്യം സാർ അയാളോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല. എൻ്റെ കുട്ടി എന്നോടൊപ്പം ഉണ്ട്. എനിക്ക് പരാതികളൊന്നും ഇല്ലാതാനും. ആസിയ ബേബി അബ്ദുൽ സമദിനെ നോക്കി, തികഞ്ഞ പരിഹാസത്തിൽ. ഇൻസ്പെക്ടർ വീണ്ടും വിഷമത്തിലായി. അപ്പോൾ ഇയാൾ തന്ന പരാതി കള്ളപ്പരാതി ആയിരിക്കും സാർ. ഇയാളുടെ അയൽക്കാർ സാക്ഷികളാണല്ലോ. അയൽക്കാർ? ഇയാൾ അവരെ കൊണ്ട് പറയിച്ചതാകാം സാർ. അവർ സാറിനെ പറ്റിച്ചു. ഗൂഢമായ ചിരിയോടെ അബ്ദുൽ സമദിനെ നോക്കി ആസിയ പറഞ്ഞു. നിങ്ങൾ ആ കുട്ടിയൊന്ന് വിളിക്കേ, ഇൻസ്പെക്ടർ പറഞ്ഞു. എനിക്ക് നേരിൽ കാണണം. അനീസ, ആസിയ വിളിച്ചു. അനീസ ഇറങ്ങി വന്നു. ആ മുഖത്ത് ചുവപ്പും മിഴികളിൽ പകപ്പും ഉണ്ടായിരുന്നു. നീ എപ്പോഴാണ് ഇവിടെ വന്നത്? ഇൻസ്പെക്ടർ ചോദിച്ചു, ഒരു ചൂണ്ടയിടൽ പോലെ. ഞാൻ എങ്ങും പോയില്ലല്ലോ സാർ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അനീസ പറഞ്ഞു, ഒന്നും അറിയാത്ത മട്ടിൽ. ഈ മനുഷ്യനെ അറിയുമോ? ഇൻസ്പെക്ടർ അബ്ദുൽ സമദിനെ ചൂണ്ടി. അറിയും. ആരാണ്? ഉമ്മയുടെ ഭർത്താവായിരുന്നു. അപ്പോൾ കുട്ടിയുടെ ഫാദർ അല്ലേ? അതെനിക്കറിയില്ല, അനീസ തുടർന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇയാൾ തന്ന പരാതി? എനിക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല സാർ, അനീസ പറഞ്ഞു. വഹാബ് അനീസെ അമ്പരന്ന് നോക്കി. താൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടും അവൾ സ്വന്തം ബാപ്പയ്ക്കെതിരെ സംസാരിച്ചല്ലോ. അവൾ ഇത്രയേറെ വെറുത്തു ആ മനുഷ്യനെ. ഇൻസ്പെക്ടർ അബ്ദുൽ സമദിന്റെ ഷർട്ടിൽ കൂട്ടിപ്പിടിച്ചു. നീ എന്നെ കളിയാക്കിയായിരുന്നോടാ റാസ്കൽ. അയാൾ ആകെ പിടിച്ചുലച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ആസിയയ്ക്ക് നേരെ നോക്കി. നിങ്ങൾക്കല്പം ബുദ്ധിമുട്ടുണ്ടായല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ, അവർ പറഞ്ഞു. നടക്ക്. അബ്ദുൽ സമദിനെ തള്ളിക്കൊണ്ട് പോലീസ് ഗേറ്റിങ്കിലേക്ക് നീങ്ങി. ആസിയ അത് നോക്കി നിന്നു. അനീസ വിമ്മി പൊട്ടലോടെ അകത്തേക്ക് കോടിക്കയറി. വഹാബ് നിശ്ചലം നിന്നു വിമ്മിട്ടത്തോടെ. ആസിയയും മെല്ലെ അകത്തേക്ക് വലിഞ്ഞു. ആ വാതിലടഞ്ഞു. വഹാബ് നടന്നു. ഗേറ്റ് കടന്നു തൻ്റെ താമസ സ്ഥലത്തേക്ക്. അവിടെത്തി വരാന്തയിലൂടെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. താൻ ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ഈ സമയം വരെ ചെയ്തു കൂട്ടിയതൊക്കെ ശരിയോ തെറ്റോ? അത് അയാൾ തന്നോട് ചെന്ന് ചോദിച്ചു. വിശകലനം ചെയ്തപ്പോൾ ശരിയെന്ന ഉത്തരമാണ് കിട്ടിയത്. സന്തുഷ്ടിയോടെ മുറിയിലേക്ക് കയറി. ലൈറ്റ് അണഞ്ഞു. അയാൾ കിടന്നു. ഉറങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു അസ്വസ്ഥത ഉടലിനെ പൊള്ളിക്കുന്നു. മനസ്സിനെ പിടിച്ചു ഞെരുക്കുന്നു. എന്താണിത്? ഒരുപാട് സമയം കഴിഞ്ഞ് ഉറങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഉറക്കത്തിൽ പതിവില്ലാതെ ആരിഫയെ കണ്ടു. അവളുടെ കാലുകൾക്കോ കൈകൾക്കോ ഒരസുഖവും ഇല്ല. വളരെ സുഖമായിരിക്കുന്നു. ആ പഴയ വശ്യതയാർന്ന ചിരിയോടെ അവൾ പടി കടന്നു വരുന്നു. കിടക്കക്കൈയിലിരിക്കുന്നു. ഞാൻ ഇങ്ങു പോന്നു.
അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇക്ക എന്താ എന്നെ കാണാൻ വരാത്തത്? വരാം. അങ്ങനെ പിറുപിറുത്തു. ഞാൻ വരാം. എനിക്ക് സന്തോഷമായി, കൽബ് നിറഞ്ഞു. വരാന്ന് പറഞ്ഞുല്ലോ. അവൾ മെല്ലെ കുനിഞ്ഞു. നെറ്റിയിന്മേൽ ആ ചുണ്ടും അമരുന്നു. മഞ്ഞിൻ്റെ കുളിർമയുള്ള പൂവിതൾ തൊട്ടതുപോലെ ഉൾക്കുളിരോടെ മിഴികൾ തുറന്നുപോയി. ആരിഫ എവിടെ? എഴുന്നേറ്റിരുന്ന് 4 പാട് നോക്കി. നേരം പുലർന്നോ? താൻ കണ്ടത് സ്വപ്നമായിരുന്നോ? അവൾക്ക് അസുഖം കുറഞ്ഞിരിക്കുന്നു. എണീറ്റ് തനിക്കരികിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചോ സത്യമായും? മനസ്സ് പൂവായി വിടരുന്നുവോ? വഹാബ് എഴുന്നേറ്റ് പുറത്തേക്കുള്ള വാതിൽ തുറന്നു. ഗേറ്റ് കടന്നു വരുന്ന റാഫിയാണ് കണ്ടത്. അത്ഭുതം തോന്നി. ഇവനെന്താ ഇങ്ങനെ തോന്നാൻ? അതും ഇത്ര രാവിലെ ഇക്കയെ കാണണമെന്ന്. അടുത്ത് വന്ന റാഫിയുടെ മുഖത്ത് വിഷാദം, മിഴികളിൽ നനവ്. ആരിഫിത്ത? റാഫിയുടെ പതറിയ സ്വരം. വഹാബിലൊരു നടുക്കം. ആരിഫാത്ത മരിച്ചു ഇന്നലെ രാത്രിയിൽ. റാഫി പൂർത്തിയാക്കി. വഹാബ് തളർന്നു പോയി. ആരിഫ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്നു. മക്കനെയും ധരിപ്പിച്ചിരിക്കുന്നു. പുൽപ്പായൽ വിരിച്ച് കോടിത്തുണിയിൽ നടുവകത്ത് നീണ്ടു നിവർന്നു കിടക്കുന്നു. കണ്ണിൽ സുറുമയുണ്ട്. ദേഹത്ത് അത്തർ പൂശിയിട്ടുണ്ട്. പനിനീർ തളിച്ചിട്ടുണ്ട്. മൂക്കിലും ചെവികൾക്കുള്ളിലും പഞ്ഞി ചെറിയ തുണ്ടുകളാക്കി വെച്ചിരിക്കുന്നു. അകിലും കുന്തിരിക്കവും പുകയുന്നു. വഹാബ് കാൽക്കലാണ് നിൽക്കുന്നത്. നിർനിമേഷനായി അങ്ങനെ നിന്നു. ആരിഫ, തൻ്റെ ബീബി, അവളാണ് കിടക്കുന്നത്. 4 വർഷം തനിക്കൊപ്പം കഴിഞ്ഞവൾ, ഒരാത്മാവായി ജീവിച്ചവൾ, 1000 സ്വപ്നങ്ങൾക്ക് ഒരുമിച്ച് അടിത്തറയിട്ട് തന്നോടൊപ്പം ശേഷിച്ച 14 വർഷങ്ങൾക്കിടയ്ക്കയിൽ ജന്മവും ജീവിതവും നരകത്തീയിൽ ഉരുക്കി സ്വയം ഒരു വേദനയായി രൂപാന്തരപ്പെട്ടവൾ. വഹാബിൻ്റെ മിഴികൾ നനഞ്ഞു. വറുത്ത മണൽ നെഞ്ചിൽ വീണ് ചിതറുന്നതുപോലെ, പൊള്ളി കഴലുന്നതുപോലെ. റംസാൻ്റെ പുലർച്ചയിൽ പുത്തൻ സാരിയുമായി എത്തിയതാണ്. അന്ന് കണ്ടതാണ്. ഇപ്പോൾ 6-7 മാസം കടന്നിരിക്കുന്നു. ഇടയ്ക്ക് 1-2 വട്ടം സ്വന്തം തറവാട്ടിൽ പോയി. ഇപ്പോഴും ഇങ്ങോട്ട് വന്നില്ല. വാതിക്കലേക്ക് സദാ നീളുന്ന മിഴികളുമായി കിടക്കുന്ന ആ തളർന്ന ശരീരത്തെ ഓർമ്മിച്ചില്ല. മനുഷ്യർ എപ്പോഴും സ്വാർത്ഥരാണ്. സ്വന്തം കാര്യസാധ്യത്തിനായി മാത്രമേ സ്നേഹം പോലും നൽകൂ. ആരിഫ, അവൾ തൻ്റെ ഇഷ്ടം മാത്രം നോക്കി എന്നും ഒരു പൂവല്ലി കണക്കെ തനിക്ക് മുൻപിൽ പൂത്തു നിന്നു. എന്നും ആ പൂവിതളുകൾ തനിക്ക് ചുറ്റും വീണമർന്നു. എന്നും പുഷ്പശയ്യയിൽ തന്നെ കിടത്തി താരാട്ടുപാടി. അന്നൊക്കെ താൻ അവളെ സ്നേഹിച്ചു, അമിതമായി സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ പൂവാടിയിൽ ആടിത്തിമിർത്തു. ഒരു രാത്രി പോലും പിരിഞ്ഞിരുന്നിട്ടില്ല. ഒരു രാത്രി പോലും. ഒടുവിൽ ആ മനസ്സും ശരീരവും വീണുപോയപ്പോഴോ തൻ്റെ ഇഷ്ടങ്ങൾക്ക് പൂക്കുട ചൂടാൻ, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തരംതിരിച്ചുള്ള ആഹാരം മുൻപിലെത്തിക്കാൻ അവൾക്ക് കഴിയില്ല എന്ന് വന്നപ്പോൾ കൽബിൽ കടലോളം തിരതള്ളിയിരുന്ന മുഹബത്ത് അപ്പോഴേ ആവിയായി പോയോ? വർഷങ്ങൾ, ഒട്ടും പ്രതീക്ഷയില്ലാത്ത നീണ്ട 14 വർഷങ്ങൾ താൻ പരിചരിച്ചു, പണം മുടക്കി. എന്നിട്ടും പിൻവാങ്ങിയില്ല. പിന്നെപ്പോഴാണ് മനസ്സ് പിന്തിരിഞ്ഞു പോയത്? ആസ്യ, അവളെ കണ്ട നാൾ മുതലല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ കനലായും കവിതയായും ഒതുങ്ങിക്കിടന്നിരുന്നവയെല്ലാം ജ്വലിച്ചുയർന്ന നാൾ. അന്നു മുതലോ അവ വരേണ്ടതായിരുന്നു. ഇടയ്ക്കൂടെന്നെങ്കിലും, ഷാജഹാൻ അന്ന് വന്നതിന് ശേഷമെങ്കിലും. മനസ്സിൽ പശ്ചാത്താപം ചേക്കേറി. ഡോക്ടർ മദൻ മോഹൻ തോളത്ത് കൈവച്ചു. സാന്ത്വനം പോലെ വഹാബിൻ്റെ നിറമിഴികൾ ഒന്ന് തുളുമ്പി തൂകി. രാത്രിയിലാണ് മരണം. പകലായിരുന്നെങ്കിൽ ഓഫീസിലേക്ക് അറിയിക്കാമായിരുന്നു. രാത്രിയിലായതിനാൽ അപ്പോൾ തന്നെ അറിയിക്കാൻ കോണ്ടാക്റ്റ് നമ്പറുകളൊന്നും തന്നിരുന്നില്ല. വെളുക്കാൻ കാത്തു നിൽക്കാതെ റാഫി പുറപ്പെടുകയായിരുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് എത്തക്കത്തക്ക രീതിയിൽ. രാത്രിയിലത്തെ സംഭവങ്ങൾ കാരണം ആസ്യ ഉറങ്ങാൻ വൈകിയിരുന്നു. റേച്ചൽ വന്ന് വിളിച്ചപ്പോഴേ ഉണർന്നുള്ളൂ. ഉണർന്നപ്പോഴോ മുൻവശത്തെത്തി. പതിവിന് വിപരീതമായി ശ്രദ്ധിച്ചു. വരാന്തയിലോ മുറ്റത്തോ വഹാബില്ല. ഉലാത്തുന്നില്ല. തന്നെപ്പോലെ വൈകിയാവും ഉറങ്ങിയത്. വിളിച്ചുണർത്താനും ആരുമില്ല. ഒരു ഗ്ലാസ് ചായയുമായി ചെന്ന് വിളിച്ചുണർത്തിയാലോ? 17ൻ്റെ കൊച്ചു കുസൃതി പോലെ മനസ്സിൽ തേട്ടി. പെട്ടെന്ന് തന്നെ ബോധം വീണ്ടെടുത്ത് ശാസിച്ചു. 17നേക്കാൾ പ്രായമുള്ള 2 മക്കളുടെ ഉമ്മയാണ് നീ. ഓഫീസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ആസ്യ 2 മക്കളെയും വിളിച്ചു. ഒരുങ്ങി കോളേജിലേക്ക് പൊയ്ക്കോളൂ. അനീസയുടെയും രജനയുടെയും മനസ്സ് ആഹ്ലാദം കൊണ്ട് വിങ്ങി. ഇത്രയും ദിവസം ചെല്ലാതിരുന്നിട്ട് ചെന്നാൽ? അനീസ സംശയം പ്രകടിപ്പിച്ചു. സാരമില്ല, ഞാൻ കോളേജ് കയറി പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചിട്ടേ ഓഫീസിൽ പോകും, പോരെ? ഉമ്മയോടുള്ള അതിരറ്റ സ്നേഹം 2 പേരുടെയും മിഴികളിൽ നിറഞ്ഞു. കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഉമ്മ അപ്പാടെ മറന്നതായും ക്ഷമിച്ചതായും ഇരുവർക്കും തോന്നി. മക്കൾ ധൃതിയിൽ ഒരുങ്ങുന്നത് കണ്ട ആസ്യ ഇറങ്ങി. ഗേറ്റ് കടക്കുമ്പോൾ ശ്രദ്ധിച്ചു. അങ്ങേ വീട് തുറന്നിട്ടില്ല. ഓഫീസിലെത്തുമ്പോൾ ജയകാന്തൻ സാറാണ് പറഞ്ഞത്
ആ വഹാബിൻ്റെ വൈഫ് മരിച്ചു. എൻ്റെ ബ്രദറിലോയാണ് വിളിച്ചു പറഞ്ഞത്. ആസിയയ്ക്കൊരു സ്തംഭനാവസ്ഥ. വഹാബിൻ്റെ വൈഫ് മയ്യത്തായിരിക്കുന്നെന്ന്. 14 വർഷത്തിലേറെ ഒരേ കിടപ്പ് കിടന്നാൾ. ഖബറടക്കം ഉച്ചയ്ക്ക് ശേഷം 3-ന്. ഓഫീസിൽ നിന്ന് ജയകാന്തൻ സാർ ഉൾപ്പെടെ ചിലർ പോകാൻ സന്നദ്ധരായി ഇറങ്ങിയപ്പോൾ ആസിയെ ഇറങ്ങി. എല്ലാവരും അമ്പരന്ന് പിറുപിറുത്തു. ആസിയ ഇങ്ങനൊന്ന് ആദ്യമായിട്ടാണ്. ഓഫീസിലുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾക്കൊന്നിലും സാധാരണ പങ്കെടുക്കാറില്ലാത്തതാണ്. ഇന്നിതെന്തു പറ്റി? ജാതി സ്നേഹം. അവർ തന്നെ ഉത്തരവും കണ്ടെത്തി. താഴത്തെ വീടിന് മുൻപിൽ വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങുമ്പോൾ വഹാബ് അമ്പരന്നു. താൻ അറിയിച്ചില്ലല്ലോ. മനഃപൂർവ്വമല്ല, കഴിഞ്ഞില്ല, അത്രയുള്ളൂ. മാത്രമല്ല, തനിക്ക് ഭാര്യ ഉണ്ടെന്ന് പോലും ആരോടും പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഭാര്യ മരിച്ചു എന്നെങ്ങനെ അറിയിക്കും? അനുശോചന ഭാവത്തിൽ എല്ലാവരും വഹാബിൻ്റെ അടുത്തെത്തി. ഓരോരുത്തരായി അകത്ത് കയറി മയ്യത്ത് കണ്ടു. മുഖം മൂടിയിരുന്ന തുണി മെല്ലെ ഉയർത്തി കൊടുത്തു. അരികിലിരുന്ന റാഫിയുടെ ബീവി ഷംലത്ത്. അവൾക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞിരുന്നില്ല. മയ്യത്ത് കണ്ട് എല്ലാവരും പുറത്തിറങ്ങി നിന്നു. വഹാബിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വാടക വീടെടുത്തിട്ടും എന്തുകൊണ്ടാണ് ഫാമിലിയെ ഒപ്പം കൊണ്ടുവരാതിരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാ മനസ്സും അലിവാർന്നു. 14 വർഷത്തിലധികം കിടക്കയിൽ കിടക്കുന്ന ഭാര്യ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാതെ കൂടുതൽ അറിയും തോറും കൂടുതൽ അലിവാർന്നു ആ സഹപ്രവർത്തകരുടെ മനസ്സ്. അവർക്കരികിൽ ഒരക്ഷരം പോലും പറയാതെ വഹാബിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആസി നിന്നു. സാരിത്തുമ്പ് വലിച്ച് ആ മുടി നല്ലവണ്ണം മറച്ചിരുന്നു. വഹാബ നിൽപ്പ് കണ്ടു. എങ്കിലും അടുത്തേക്ക് ചെന്നില്ല. ഒരക്ഷരം സംസാരിച്ചതുമില്ല. ഷാജഹാൻ കണ്ടു ആസിയ ബീവിയുടെ ആ നിൽപ്പ്. താൻ അളിയനെ കാണാൻ ചെല്ലുമ്പോൾ മുറിയിൽ നിന്നിറങ്ങി വന്ന സ്ത്രീ. അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ റാഫിയുടെ കാതിൽ ആ വാർത്ത മന്ത്രിച്ചു. റാഫി അത് ഷംലത്തിൻ്റെ ചെവിയിലും. ഷംലത്ത് റാഫിയും വഹാബിൻ്റെ ഓഫീസിലുള്ളവരെ പരിചയപ്പെടാനും അവരെ കസേര കൊടുത്ത് സ്വീകരിച്ചിരുത്താനും എത്തി. അതിനിടയിൽ ആസിയെ നല്ലവണ്ണം നോക്കിക്കണ്ടു. റാഫി ഉള്ളിൽ കരുതി, ഇവരും ഇക്കയും ഇപ്പോൾ നല്ല ജോഡികളായിരിക്കും. ഇത്രയും നാൾ ആരിഫാത്തയായിരുന്നു തടസ്സം. ഇനി ആ തടസ്സമില്ലല്ലോ. സന്തയ്ക്കൽ വെച്ച് മയ്യത്ത് ഖബറിലേക്ക് എടുത്തതിന് ശേഷമാണ് ഓഫീസിലുള്ളവർ മടങ്ങിയത്. വീട്ടിലെത്തിയതും ആരിഫയുടെ മുഖം ആസിയയുടെ മനസ്സിൽ നിന്ന് നീങ്ങിയില്ല. ആർദ്രമായി വഹാബ് നോക്കിയ നോട്ടവും. രാത്രിയിൽ ഫോൺ ബെല്ലടിച്ചു. STD ടോണാണ്. ആസിയാണ് റിസീവർ എടുത്തത്. ജലാൽ, കൽക്കട്ടയിൽ നിന്ന്. ആസിയ ഒന്ന് വിറച്ചു. എന്താ പറയുക? അനീസ തൻ്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു. ഇനി ഉമ്മ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കൂ എന്ന് പറഞ്ഞു. എന്ന് കരുതി ഇത്ര പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിച്ചു എന്ന അർത്ഥമുണ്ടോ? എങ്കിലും പറഞ്ഞു. മോള് വന്നു ഇന്നലെ. വന്നോ? ജലാലിന് ആഹ്ലാദം. ഞായറാഴ്ച ആയില്ലല്ലോ. വരുമോ എന്നറിയാൻ വിളിച്ചതായിരുന്നു. ശരി, അനീസയ്ക്ക് കൊടുക്കും മാമി. മാമി എന്ന് സ്നേഹം വഴിയുന്ന വിളി. അനീസയ്ക്ക് കൊടുക്കെന്ന് അധികാരസ്വരം. ആസിയ അനീസയുടെ അടുത്തെത്തി. അനീസയും രജനിയും കൂടി എന്തൊക്കെയോ പിറുപിറുക്കുകയാണ്. കോളേജിൽ പോകാൻ തുടങ്ങിയതിൻ്റെ ആഹ്ലാദം മുഖത്തുണ്ട്. കോളേജ് വിശേഷമായിരിക്കും പറയുന്നത്. ആസിയയെ കണ്ടതോടെ സംസാരം നിർത്തി. ആ ജലാലാണ് ലൈനിൽ, കൽക്കട്ടയിൽ നിന്ന്. അനീസ പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ മിഴികളിൽ ഭീതിയുടെ പിടച്ചിൽ കണ്ടു. ഞാൻ നിർബന്ധിക്കില്ല. നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം അവനോട് സംസാരിച്ചാൽ മതി. ഈ നിക്കാഹ് വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ. ഞാൻ കൊടുത്ത വാക്ക് പിൻവലിക്കാം. എനിക്കതിപ്പോൾ വിഷമം തോന്നുന്നില്ല, ആസിയ ബീവി ശാന്തമായി പറഞ്ഞു. ഉമ്മയിൽ വന്ന മാറ്റം മക്കളെ അമ്പരപ്പിച്ചു. പ്രത്യേകിച്ച് അനീസയെ അത് വേദനപ്പെടുത്തി. അവൾ ഫോണിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു. റിസീവർ എടുത്തു. പെരുവിരൽ മുതൽ വിറയ്ക്കുകയായിരുന്നു. സ്വരത്തിലും പതർച്ചയുണ്ടായി. ഹലോ ഹലോ അനി. കാതരമായ സ്വരം ചെവിക്കുള്ളിൽ. അനി എന്ന വിളി ബോബി വിളിച്ചതുപോലെ. അതെ, അനീസയാണ്. അവൾ വിക്കി. എന്തു പറ്റി? സ്വരം പതറിയതുപോലെ. അത് അനീസ വീണ്ടും പതറി. എന്ന് വന്നു? ഇന്നലെ. പോരും മുമ്പ് ഞാൻ അവിടെ വന്നു, ഒന്ന് കാണാൻ, സംസാരിക്കാൻ. വല്ലാത്ത വിഷമം തോന്നി, നിരാശയും. ഇത്രയും ദിവസം ചുട്ടുപഴുത്ത മണൽപ്പുറത്ത് നിൽക്കുന്നൊരവസ്ഥ. അനീസ മൗനം. ഞാനിവിടെ നിക്കാഹ് ക്ഷണിച്ചു കഴിഞ്ഞു. കുറേ ഡ്രസ്സൊക്കെ വാങ്ങി. പ്രധാന ഐറ്റംസ് വാങ്ങിയില്ല. അനിയുടെ ഇഷ്ടം അറിഞ്ഞിട്ട് പറയൂ. ഡ്രസ്സുകളുടെ ഫാഷൻസ്, കളേഴ്സ് എല്ലാം പറഞ്ഞോളൂ. അനീസ മടിക്കാതെ പറഞ്ഞു. STD, അതും കൽക്കട്ടയിൽ നിന്ന്. ജലാൽ അത് മറന്നതുപോലെ ഓരോന്നും സംസാരിച്ചു. അനീസത് എടുക്കാൻ കൂട്ടിയില്ല, മടി കാട്ടിയില്ല. അങ്ങോട്ടും സംസാരിച്ചു. ആ മുറിയുടെ വാതിക്കൽ ചാരി നിൽക്കുകയായിരുന്നു ആസ്യ. രജനിയും ഉണ്ട്. റിസീവർ വെച്ച് തിരിച്ചു വന്ന് അവൾ ഉമ്മയുടെ മുമ്പിൽ നിന്നു. ഉമ്മ, വാക്ക് പിൻവലിക്കണ്ട. നിക്കാഹിന് എനിക്ക് സമ്മതമാണ്. നിനക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മതി മോളെ, ആർദ്രയായി ആസ്യ പറഞ്ഞു. ഉമ്മ, മോളുടെ ഭാവി നശിപ്പിച്ചെന്ന് തോന്നരുത്. ഇല്ലുമ്മ, എന്നെ അവർ തുടർന്ന് പഠിപ്പിച്ചോളാം എന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല
ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. അപ്പോൾ തോന്നി ഉമ്മയാണ് ശരിയെന്ന്. ആസിയയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ട്, അമിതമായ സന്തോഷം കൊണ്ട്. അനീസ പക്ഷേ ഉള്ളാലെ പൊട്ടിക്കരഞ്ഞു. ഇനി ബോബി വന്നാലും അവൻ്റെ മുഖത്തു പോലും നോക്കുന്ന പ്രശ്നമില്ല. അത്രയ്ക്ക് തന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു അവൻ. ഇനി ജലാൽ ബോബി അപ്പാടെ ഉള്ളിൽ നിന്ന് പിഴുതെറിയണം. പകരം ജലാൽ എന്ന പൗരുഷമാർന്ന മുഖം പ്രതിഷ്ഠിക്കണം. അങ്ങനെ സംഭവിച്ചേ തീരൂ. അനീസ ഉറച്ച തീരുമാനമെടുത്തു. നിക്കാഹിനുള്ള ഒരുക്കങ്ങളിലേക്ക് കൂപ്പുകുത്തി ആസിയ ബീവി. സാമുവൽ ജോർജ് 2 ലക്ഷം രൂപ അഡ്വാൻസായി നൽകി. PF നിന്ന് കുറേ പണം എടുത്തു. കുറേ സ്വർണ്ണമുണ്ട്, ബാക്കി മേടിച്ചാൽ മതി. ജലാലിൻ്റെ വീട്ടുകാർ പണമോ സ്വർണമോ ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു ഡോക്ടറുടെ പദവിക്ക് അനുസരണമായി സ്വർണം ഇടണം. പണം പോരാ. ആസിയ അതിനായി ഓടി നടന്നു. വിവാഹക്കുറി അയച്ചു. ഡോട്ടർ ഓഫ് ആസിയ ബീവി, അനീസ മൻസിൽ. ആ വെഡ്ഡിംഗ് കാർഡ് കണ്ടപ്പോൾ അനീസ ചോദിച്ചു, ബാപ്പയുടെ പേര് വെക്കാതിരുന്നാൽ പ്രശ്നമാവുമോ ഉമ്മ? നിന്റെ നിക്കാഹാണ്, അയാളുടെ പേര് വെക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? പറയൂ, കുറി മാറ്റി അടിക്കാം, ആസിയ ചോദിച്ചു. അനീസ പറഞ്ഞു, വേണ്ട. ആസിയ പേരില്ലാതെ തന്നെ കുറികൾ വിതരണം ചെയ്ത് ക്ഷണം തുടങ്ങി. ഒരു ദിവസം ഫോൺ ബെൽ. എടുത്തത് അനീസ. ഞാൻ നിന്റെ തന്തയാണടി. അബ്ദുൽ സമദിൻ്റെ അമർഷ സ്വരം അനീസ കേട്ടു. എന്താ ബാപ്പയ്ക്ക് വേണ്ടത്? അവൾ ചോദിച്ചു. തന്ത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്തയുടെ പേര് വെക്കാനുപടി നിന്റെ കല്യാണക്കുറിയിൽ, ഇല്ലെങ്കിൽ മയ്യത്തായി പോയെന്ന് എഴുതണം. അബ്ദുൽ സമദ് ദേഷ്യത്തിൽ തന്നെ. ഇതിപ്പോൾ തന്ത ആരാന്നറിയാതെയാ നീ ഉണ്ടായെന്ന് തോന്നുമെന്ന് നിന്റെ അമ്മയോട് പറയടി. തോന്നലല്ല, സത്യമല്ലേ? ആ തർക്കം ഇപ്പോഴും നിലവിലുണ്ട്. തർക്കം തീരാഞ്ഞതുകൊണ്ട് ബാപ്പയുടെ ഭാഗം ബ്ലാങ്ക് ആക്കിയത്. അനീസ തെല്ലുപക പോലെ പറഞ്ഞു. അടി കൊണ്ടതുപോലെ നിന്നുപോയി അബ്ദുൽ സമദ്. അനീസയുടെ സ്വരം തെല്ല് താഴ്ന്നു. കുറിയിൽ പേരില്ലെങ്കിലും ക്ഷണിച്ചില്ലെങ്കിലും ബാപ്പയ്ക്ക് വരാമല്ലോ. പക്ഷെ ഒരു കാര്യം, ബാക്കി പറയുമ്പോൾ അനീസയുടെ സ്വരം വീണ്ടും കല്ലുപോലെയായി. ഇപ്പോൾ കൂടെ താമസിക്കുന്ന ഭാര്യയും ഇപ്പോഴത്തെ മകളും ഒപ്പം ഉണ്ടെങ്കിൽ ബാപ്പയ്ക്ക് മുമ്പിൽ ഗേറ്റ് അടയ്ക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. റിസീവർ വെച്ചിട്ട് തിരിഞ്ഞ അനീസ നടുങ്ങിപ്പോയി. അതേ നടുക്കത്തിൽ അവൾക്ക് പിന്നിൽ നിൽക്കുന്ന രചന. താത്ത എന്താ പറഞ്ഞത്? രചന അനീസയെ കടന്നു പിടിച്ചു. ഇപ്പോഴത്തെ ഭാര്യയോ? ഇപ്പോഴത്തെ മകളോ? നമ്മുടെ ബാപ്പയ്ക്ക്? അവൾ ഒരു പൊട്ടിത്തെറിയുടെ ഭാവത്തിലാണ്. താത്ത സത്യമാണോ പറഞ്ഞത്? ആ, സത്യം. അനീസയുടെ ശബ്ദം താഴ്ന്നിരുന്നു. ബാപ്പയ്ക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടോ? രചന ഒന്നുകൂടെ സംശയം നിവർത്തിക്കുകയാണ്. ഉണ്ട്, അവർ തറവാട്ടിലുണ്ട്, അനീസ പറഞ്ഞു. ദുഷ്ടൻ, രചന പിറുപിറുത്തു. തറവാട്ടിലേക്ക് പോകണമെന്ന് നീ പലതവണ ആവശ്യപ്പെട്ടിട്ടും പോകാത്തത് എന്തെന്ന് ഇപ്പോൾ മനസ്സിലായോ? അനീസ ചോദിച്ചു. എന്നോടെല്ലാം മറച്ചു വെച്ചു. ശരി തന്നെ, എല്ലാം അറിഞ്ഞിട്ടും പിന്നെ അവിടേക്ക് താത്ത എന്തിനു പോയി? പോയി, അന്ന് അതായിരുന്നു മുമ്പിൽ കണ്ട ഏക വഴി. അങ്ങനെ പോയി, മനസ്സുണ്ടായിട്ടല്ല. ആ സ്ത്രീയും മകളും, അവർ പാവമാണ്, എന്നോട് സ്നേഹമായിരുന്നു. ആ കുട്ടി ജീന, അവളും സ്നേഹമുള്ള കൂട്ടത്തിലാണ്. ഒരു കൊച്ചു സുന്ദരി, നിന്നെപ്പോലെ തന്നെ. ഇപ്പോൾ 10 വയസ്സുണ്ട്. അവളെ ബാപ്പ കൊഞ്ചിക്കാറുണ്ടോ? രചന ചോദിച്ചു. അനീസ രചനയെ ഒന്ന് നോക്കി. അവളുടെ ഉള്ളിലെ തകർച്ച മനസ്സിലാക്കി. മറുപടി പറയാതെ പുറത്തേക്ക് നോക്കി അവൾ കണ്ടു. അപ്പുറത്തെ മുറിയിൽ ഉമ്മ എല്ലാം കേട്ടിരിക്കുന്നു. ഉമ്മയുടെ തുറച്ചു നോട്ടത്തെ നേരിടാനാവാതെ അനീസ അങ്ങേ മുറിയിലേക്ക് കടന്നു. 1 മാസത്തേക്ക് ലീവായിരുന്നു വഹാബ്. ആരിഫ മരിച്ചതിൻ്റെ ദുഃഖാചരണമാണോ, അവൾ പോയതിൻ്റെ നഷ്ടബോധമുണ്ടോ അറിയില്ല. ലീവ് എടുക്കണമെന്ന് തോന്നി, എടുത്തു. വെറുതെ വീട്ടിലിരുന്നു, എങ്ങും പോയില്ല. റാഫിയും ഷംലത്തും അയാൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നോക്കി. ഫൗസിയും അനിയൻ മനാഫും ഉണ്ടായിരുന്നതുകൊണ്ട് 1 മാസം പറന്നുപോയെന്നാണ് തോന്നിയത്. ആ 1 മാസത്തിനിടയിൽ ആരിഫ മരിച്ചതിൻ്റെ അനന്തര ചടങ്ങുകളൊക്കെ നടന്നു. മരവിച്ച മനസ്സുമായി ചടങ്ങുകളിൽ പങ്കെടുത്തു. മരിക്കുന്നതിന് മുമ്പേ ആരിഫാത്ത ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നോട്. ഒരു ദിവസം ഷാജഹാൻ പറഞ്ഞു. വഹാബ് ഷാജഹാന്റെ മുഖത്തേക്ക് നോക്കി. മരണം ഉടനെ സംഭവിക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. ഒരാഴ്ചയായിട്ട് ക്ഷീണം കൂടുതലുണ്ടായിരുന്നെന്ന് മാത്രം. ഷാജഹാൻ തുടർന്നു. അന്ന് വൈകുന്നേരം എന്നോട് പറഞ്ഞു, ആരിഫാത്ത മയ്യത്തായാൽ അളിയൻ വീണ്ടും വിവാഹം ചെയ്യണമെന്ന്. വഹാബ് നിന്നുപോയി. 14 വർഷം അവൾ കിടന്നു. അതിനോടകം എത്രയോ തവണ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അവൾ തന്നെ. മരണം മെല്ലെ കീഴടക്കുമ്പോഴും അവൾ തന്നെക്കുറിച്ച് ഓർത്തെന്നോ, തൻ്റെ ഭാവിയും ഭദ്രമാക്കണമെന്ന് ആഗ്രഹിച്ചെന്നോ? തടസ്സം നീങ്ങിയെന്ന് പറയുകയായിരുന്നു ഞാൻ, ഷാജഹാൻ പറഞ്ഞു. വഹാബ് നടന്നു. ഷാജഹാനെ നോക്കിയില്ല, മറുപടി പറഞ്ഞതുമില്ല. നിങ്ങൾ വേറെ നിക്കാഹ് ചെയ്യണം, ഇനിയെങ്കിലും ഒരു ജീവിതം കിട്ടട്ടെ, അങ്ങനെയൊക്കെ അവൾ പറഞ്ഞിരുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇപ്പോൾ തടസ്സം നീങ്ങിയെന്ന്. അതിന് ആരിഫ് ഒരിക്കലും ഒന്നിനും തടസ്സമായിരുന്നില്ലല്ലോ. ലീവ് കഴിഞ്ഞ് തറവാട്ടിൽ നിന്ന് പോരാൻ നേരം റാഫിയും പറഞ്ഞു, ഇക്ക, ആ സ്ത്രീയുടെ കാര്യം
ഞാനും ഷംലത്തും കൂടി വന്ന് ആലോചിക്കാം. വേണ്ട, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. 2 പെൺമക്കളുടെ നിക്കാഹിൻ്റെ പ്രശ്നവുമായി വെന്തി നീറി നടക്കുന്ന ഒരു ഉമ്മയ്ക്കാണ് ഇവർ പറയുന്ന ഈ ആലോചന എന്നിവർ അറിയുന്നില്ലല്ലോ. കഷ്ടം. താമസ സ്ഥലത്തെത്തി 3-4 ദിവസം കഴിഞ്ഞിട്ടും ഓഫീസിലേക്ക് പോയില്ല. എല്ലാ ഉത്സാഹവും കെട്ടിരിക്കുന്നുവെന്ന തോന്നൽ. 5-ാം ദിവസം ഓഫീസിലേക്ക് തിരിച്ചു. വീട്ടിലുള്ള ഇരിപ്പും മടുത്തുപോയി. വയ്യ. ഉച്ച കഴിഞ്ഞപ്പോഴാണ് വഹാബിനെ എയുടെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചത്. വഹാബ് ചെന്നു. ഗൗരവമില്ല, തലയെടുപ്പില്ല. നേരിയ പുഞ്ചിരി അധരങ്ങളിലുണ്ടെന്ന് തോന്നി. ഇരിക്കൂ. സൗമ്യമായ സ്വരം ഇരുന്നു. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു അല്ലേ? പിന്നെ ഒന്നുകൂടെ വരാൻ വിളിപ്പിച്ചതെന്തിന്? വഹാബ് ഇടയിൽ കടന്നു. വിഷയം തുടരാൻ ഇഷ്ടപ്പെടാത്തതുപോലെ. ആസിയയ്ക്കത് മനസ്സിലായി. അവർ മേശവരിപ്പിൽ നിന്നും ഒരു വിവാഹക്കുറി എടുത്ത് നീട്ടി. ഭംഗിയുള്ള കൈയക്ഷരത്തിൽ വഹാബിൻ്റെ പേരും ഓഫീസ് അഡ്രസ്സും എഴുതിയിരുന്നു. അയാൾ അത് നോക്കി. അനീസ് സമ്മതിച്ചോ? വഹാബിന് ആശ്ചര്യം തോന്നി. ഉവ്വ്. സ്വന്തം തെറ്റ് സ്വയം മനസ്സിലാക്കി തീരുമ്പോൾ ആ മനസ്സിന് പക്ഷേ നല്ല ഉറപ്പുണ്ടായിരിക്കും അല്ലേ? വഹാബ് നോക്കി. അനീസ ഇപ്പോൾ ആ സ്ഥിതിയിലാണ്. ഇരുവരെ ഞാൻ കോളേജിൽ വിട്ടു. അവർ പഠിക്കട്ടെ. വഹാബ് കവർ തുറന്നു. സ്വർണ്ണ ലിപികൾ. കണ്ണുകൾ ആ വരികളിൽ കുടുങ്ങി നിന്നു. ഡോട്ടർ ഓഫ് ആസിയ ബീവി. വഹാബ് മുഖമുയർത്തി. പിതൃത്വം തർക്കത്തിലല്ലേ? തീരുമാനം ആയില്ലല്ലോ. ഇങ്ങനെ ഒരു കുറി തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അയാൾ സമ്മതിക്കുമോ? അയാളുടെ സമ്മതം. 12 വർഷം മുമ്പ് നിഷേധിച്ചവളാണ് ഞാൻ. ഇനി എന്തിന് പുതുതായിട്ടൊന്ന്? വിളിയും കുറിയും ഒഫീഷ്യലാണ്. പക്ഷേ പങ്കെടുക്കുന്നത് ഒഫീഷ്യലാവരുത്. ആസിയ ബീവിയുടെ സ്വരം താഴ്ന്നു. ആ സ്വരത്തിൽ നനവും അലിവും ഉണ്ടായിരുന്നു. വരണം. ആദ്യ അവസാനം എനിക്ക് സഹായത്തിനായിട്ട്. മറ്റൊരാളെ ഇങ്ങനെ പറഞ്ഞ് ക്ഷണിക്കാൻ എനിക്കില്ലാഞ്ഞിട്ടാണ്. വഹാബിൻ്റെ മിഴികൾ ഒന്നു കുറുകി. എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല ബന്ധുക്കളായിട്ട്. അനിയത്തി ജമീലയുടെ ഭർത്താവ് ഒഴിച്ച്. അയാൾ വലിയ സഹകരണം ഒരിക്കലും തരാറില്ല. എന്നെ അയാൾക്ക് ഇഷ്ടവുമല്ല. ഞാൻ തന്നിഷ്ടക്കാരിയും തൻ്റെടിയല്ലേ? ആസിയ സ്വയം പരിഹസിച്ചു. പിന്നെ ആ മനുഷ്യൻ്റെ ആൾക്കാർ. അനിയൻ മെഹബൂബുണ്ട്. പറഞ്ഞാൽ വരുമായിരിക്കും. പക്ഷേ അയാൾ പഴിക്കും. എനിക്കിപ്പോഴും അവനുമായി ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഞാൻ വന്നാലോ? വഹാബ് ചോദിച്ചു. അയാൾ അവരുടെ മിഴികളിലേക്ക് തറച്ചു നോക്കി. അവർ മിഴികൾ താഴ്ത്തി. ഉത്തരം പറഞ്ഞില്ല. വഹാബ് എഴുന്നേറ്റ് പുറത്തു കടന്നു. ആസിയ പറഞ്ഞതുപോലെ അനീസയുടെ നിക്കാഹിൻ്റെ ആദ്യ അവസാനം വരെ താൻ നിൽക്കണോ? അത് ശരിയാണോ തെറ്റാണോ? ശരിയെന്ന് മനസ്സ് സമ്മതിക്കുന്നില്ല. വൈകുന്നേരം അനീസയും രജനിയും വഹാബ് താമസിക്കുന്നിടത്തേക്ക് വന്നു. സാർ വരണം, അനീസ പറഞ്ഞു. എൻ്റെ നിക്കാഹിന് അല്പസമയത്തെങ്കിലും എൻ്റെ ബാപ്പയായതല്ലേ? പുഞ്ചിരിയോടെയാണ് പറയുന്നതെങ്കിലും അനീസയുടെ മിഴികൾ നനവാർന്നിരുന്നു. എൻ്റെ നിക്കാഹിനും ആ റോൾ അഭിനയിച്ചാൽ മതി. സാറുണ്ടാകണം അവിടെ. രജനിയും ആവർത്തിച്ചത് അത് തന്നെ. വരാം. അങ്ങനെ സമ്മതിച്ചു പോയി. ഒടുവിൽ നിക്കാഹിൻ്റെ ദിവസം അടുത്തു. അനീസ മൻസിലിൻ്റെ വിശാലമായ മുറ്റവും പരിസരവും വൃത്തിയാക്കി 4 വശവും പന്തലിട്ടു. പിൻപുറത്ത് പാചകത്തിനുള്ള സൗകര്യം ഏർപ്പാടാക്കി. മറ്റു 3 വശത്തും ക്ഷണിക്കപ്പെട്ടവർക്കും മണവാളൻ്റെ ആൾക്കാർക്കും വരാനും ഇരിക്കാനും ആഹാരം കഴിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ടാക്കി. നിക്കാഹിനുള്ള പന്തൽ പ്രത്യേകം അലങ്കരിച്ചു. മണവാട്ടിക്കും മണവാളനുമുള്ള മുറിയും മണിയറയും അലങ്കരിച്ചു. സൽക്കാരത്തിനുള്ളതെല്ലാം ഏർപ്പാടാക്കി. ബിരിയാണി ഉണ്ടാക്കാൻ പ്രഗത്ഭരായവരെ തന്നെ ഏൽപ്പിച്ചു. എല്ലാം വഹാബിൻ്റെ നേതൃത്വത്തിലാണ്. അയാൾ സ്വയം ഗ്രഹനാഥനായിരിക്കും. ആ തിരക്കിൽ അയാളുടെ ഏകാന്തതയും സങ്കടവും ഇല്ലാതായി തീർന്നിരിക്കുന്നു. ആസിയ, എൻ്റെ കയ്യിൽ കുറേ പണമുണ്ട്. ബാങ്കിലാണ്. വേണമെങ്കിൽ കുറേ PF നിന്നും എടുക്കാം. ആവശ്യമൊന്നും വന്നാൽ പറയാൻ മടിക്കരുത്, അയാൾ പറഞ്ഞു. ഉവ്വ്, ആവശ്യം വന്നാൽ ചോദിക്കാം. ആസിയ സമ്മതിച്ചു. വഹാബ് പണം എടുത്ത് വീട്ടിൽ വെച്ചിരുന്നു. ആസിയ പക്ഷേ പണം ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ടത് എടുക്കേണ്ടതായി വന്നില്ല. നിക്കാഹിൻ്റെ തലേന്ന് പകൽ പന്തലിൽ അലങ്കാരങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കുറേ വർണ്ണപ്പൂക്കൾ വെട്ടിയെടുക്കുകയാണ് വഹാബ്. അയാളുടെ ഐഡിയയും നിർദ്ദേശവും അനുസരിച്ച് ആ പൂക്കൾ കുറേ പേർ നിന്ന് അവിടെയായി ഭംഗിയിൽ പിൻ ചെയ്യുന്നു. അപ്പോൾ പന്തലിൻ്റെ വാതിൽക്കൽ ഒരു നിഴലിണക്കം. വഹാബ് നോക്കി. അയാൾ പിടഞ്ഞെഴുന്നേറ്റു. ഒരു നിമിഷം പകപ്പോടെ നോക്കി. വാതിൽക്കൽ അബ്ദുൽ സമദ്, ഈ വീട്ടിലെ ഗ്രഹനാഥൻ, നാഥനാകേണ്ട ആൾ. അയാൾ ചെയ്യേണ്ട ചുമതലയാണിപ്പോൾ താൻ ചെയ്യുന്നത്. ആ ആക്ഷേപം രൂക്ഷമായി തന്നെ ആ കണ്ണുകളിലില്ലേ? വഹാബിന് വീർപ്പുമുട്ടലുണ്ടായി. ഇങ്ങനെ ഒരു വൈതരണി അയാൾ പ്രതീക്ഷിച്ചതേയില്ല. അനീസ ജനാലിൻ്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. അവൾ കണ്ടു ആ കാഴ്ച. അവൾ തിരിഞ്ഞോടി. കിച്ചണിലെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്ന ഉമ്മയെ പിടിച്ചു നിർത്തി ചെവിയിൽ പറഞ്ഞു. ഉമ്മ, മുറ്റത്ത് ബാപ്പ വന്നിട്ടുണ്ട്. ആസിയയ്ക്ക് തളർച്ചയുണ്ടായി. എന്താണ് ഉമ്മ ചെയ്യുക?
അനീസ ചോദിച്ചു. ഒരു നിമിഷം കഴിഞ്ഞു മറുപടിക്ക്. ഒന്നും ചെയ്യേണ്ട, അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല. അനീസ വിഷമത്തോടെ തിരിഞ്ഞു. രചന അവളെ തുറച്ചു നോക്കി. ഉമ്മയും. ആരും ചെന്നില്ല അയാളെ എതിരേൽക്കാൻ. അയാൾ തനിയെ പന്തലിനുള്ളിൽ കയറി. പന്തലിൽ കിടന്നിരുന്ന കസേരയിൽ ഒന്നിലിരുന്നു. ഗൗരവം നിറഞ്ഞ മുഖം. വഹാബിനെ അയാൾ തീക്ഷ്ണമായി നോക്കി. എന്താണ് ഇയാളുടെ ഭാവം? വഹാബ് ഓർത്തു. അതേ ചോദ്യമായിരുന്നു ആസിയയുടെ ഉള്ളിലും. എങ്കിലും ആസിയ അയാൾക്ക് അരികിലേക്ക് ചെന്നതേയില്ല. പകരം അയാൾ കാണുക വഹാബിൻ്റെ അടുത്തെത്തി. സ്വാതന്ത്ര്യത്തോടെ അരികിൽ നിന്നു. അത്യാവശ്യ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അഭിപ്രായം ചോദിച്ചു. അബ്ദുൽ സമദിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിച്ചുപോയി. വഹാബിന് മനസ്സിലായി അയാളുടെ ചങ്കിൽ കുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്ന്. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും എത്രയേറെ അവഗണിച്ചിട്ടും അയാൾ പോയില്ല. അവിടെ തങ്ങി മറ്റുള്ളവർക്കൊപ്പം നിന്നു. വഹാബിനെ കടത്തി വെട്ടുന്ന വിധത്തിൽ അയാൾ കാര്യങ്ങളുടെ ചുമതല സ്വയം ഏറ്റു. പിറ്റേ ദിവസം പുതിയാപ്പിളയും കൂട്ടരും എത്തി നിക്കാഹ് സമയം. ജലാലിൻ്റെ ബാപ്പ ഇബ്രാഹിമും മുസ്ലിയാരും പന്തലിലിരുന്നു. ജലാലിനെതിരായ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ പെണ്ണിൻ്റെ വാപ്പയാണ് ഇരിക്കേണ്ടത്. ഒരു നിമിഷം ചെറുക്കൻ കൂട്ടർ നോക്കിയിരുന്നു. അബ്ദുൽ സമദ് പെട്ടെന്ന് ആ സീറ്റിലേക്ക് കടന്നു വന്നിരുന്നു. നിക്കാഹിന് സമയമായി. സമ്മതം അറിയിച്ചതോടെ മുസ്ലിയാർ ആ ചടങ്ങ് നടത്തി. അബ്ദുൽ സമദ് ജലാലിൻ്റെ കൈ പിടിച്ചു. ഇരുവരും മുസ്ലിയാർ ചൊല്ലിക്കൊടുത്തത് ഏറ്റുചൊല്ലി. ചടങ്ങ് കഴിഞ്ഞ് എണീക്കുമ്പോൾ ഇബ്രാഹിമും ജലാലും അബ്ദുൽ സമദിനെ ശ്രദ്ധിച്ചു. ഇതാണോ അനീസയുടെ ബാപ്പ? അബ്ദുൽ സമദ് പുഞ്ചിരിച്ചു. പരിചയപ്പെട്ടു. അതെ, ഞാനാണ് അനീസയുടെ ബാപ്പ. ഇരുവരും ചിരിച്ചു. താലി കെട്ടും കഴിഞ്ഞു. 3 പന്തലിലും സീറ്റുകൾ അറേഞ്ച് ചെയ്തിരുന്നു. വിളമ്പ് തുടങ്ങി. വഹാബ് ഓടി നടന്ന് പോരായ്മകൾ കണ്ടുപിടിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ അബ്ദുൽ സമദ് നടന്നു. ഇന്നലെ മാറി നിന്ന് കണ്ട ആളല്ല ഇന്ന്. വീട്ടുകാരനാവാനുള്ള ശ്രമം പോലെ ഒരിടിച്ചു കയറൽ. ഭക്ഷണം കഴിഞ്ഞു. മണവാളനും മണവാട്ടിയും യാത്ര പറഞ്ഞിറങ്ങി. മറ്റ് ബന്ധുക്കളും യാത്ര പറഞ്ഞു തുടങ്ങി. ആസിയ അടുത്ത ചില ബന്ധുക്കളെ തടഞ്ഞു നിർത്തി. വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി വേണ്ടപ്പെട്ടവർ മണവാളിൻ്റെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് മണവാളിനെയും മണവാട്ടിയും പുതുക്കത്തിന് വിളിച്ചുകൊണ്ട് വരണം. മിനി വീഡിയോ കോച്ചാണ് വന്നത്. ആസിയ ഓരോരുത്തരെയായി വണ്ടിക്കുള്ളിലേക്ക് ക്ഷണിച്ചിരുത്തി. അബ്ദുൽ സമദിനെ ഒഴിച്ച്. വണ്ടിയിൽ പോകാനായിരിക്കാം അയാൾ കാത്തുനിന്നത്. മണവാളൻ്റെ വീട് ബാപ്പയെ അയാൾ കണ്ടിട്ടില്ലല്ലോ. പോകണമെന്നും കാണണമെന്നും ആഗ്രഹമില്ലാതെ വരുമോ? ആസിയ പക്ഷേ ആ ആഗ്രഹത്തിൻ്റെ കഴുത്തിലും കത്തിയിറക്കി. സന്ധ്യയ്ക്ക് മുമ്പ് പുതുമണവാളനും മണവാട്ടിയും വന്നു. അനീസ അബ്ദുൽ സമദിനോട് കുശലം ചോദിച്ചു. ജലാലും. അവർ അകത്തേക്ക് കയറി. കൂടെ വന്നവരും. അബ്ദുൽ സമദ് അകത്തൂടെ ഉള്ളിലേക്ക് കയറി ഒരു കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. കല്യാണ ആവശ്യത്തിനെടുത്ത പാത്രങ്ങളും മറ്റും വണ്ടിയിൽ കയറ്റി അതാത് സ്ഥലത്ത് എത്തിക്കാൻ വഹാബ് വേണ്ടത് ചെയ്തു. പന്തലും അഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കി. എന്നിട്ട് ആസിയയോട് പോലും പറയാതെ തൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. രാത്രി ബന്ധുക്കൾ പിരിഞ്ഞു. മണവാളനും മണവാട്ടിയും മണിയറയ്ക്കുള്ളിലായി. ആസിയ നോക്കുമ്പോൾ അപ്പോഴും അബ്ദുൽ സമദ് ഹാളിലെ സെറ്റിയിലിരിപ്പുണ്ട്. എണീക്ക്. ആസിയയുടെ സ്വരം കടുത്തു. എണീക്ക്. അബ്ദുൽ സമദ് എണീറ്റു. ഉമ്മ. അരുതേ എന്ന് ധ്വനി പോലെ രചന വിളിച്ചു. പിന്നിൽ നിന്ന് അതോ മണവാളൻ കേൾക്കും എന്ന താക്കീതോ. രണ്ടായാലും ആസിയ അത് വകവെച്ചില്ല. വരൂ. ആസിയ നടന്നു. സംസാരിക്കാനുണ്ട്. അയാൾ അവർക്ക് പിന്നാലെ ഇറങ്ങി വരാന്തയിലേക്ക്. മുറ്റത്തേക്ക്. മുറ്റത്ത് ആസി നിന്നു. അയാളും. എന്താണ് ഉദ്ദേശം? അയാൾ പതറി. ഇവിടെ മുറിക്കുള്ളിൽ ചടഞ്ഞിരിക്കുന്നത് എന്തുദ്ദേശത്തിലാണെന്ന്? എന്താ, ഇപ്പുറത്ത് ഒരു മണിയറ കൂടി ഒരുക്കണമെന്ന് തോന്നുന്നുണ്ടോ? തോന്നിയാൽ? അയാൾ ചോദ്യം തിരിച്ചു. നല്ലത്, വളരെ നല്ലത് ആകാം. പക്ഷെ ഇവിടെ പറ്റില്ല. നിങ്ങളുടെ തറവാട്ടിൽ പല മണിയറകൾ ഒരുക്കിയ ആ മുറി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. തെരുവിൽ ഇനിയും പെണ്ണുങ്ങളുണ്ടാവും. ആസിയ, ഞാൻ വന്നത്, അബ്ദുൽ സമദ് പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളോടൊപ്പം കഴിയാൻ. ഏതു മക്കൾ? ആരുടെ മക്കൾ? ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ ബീവിയോ മക്കളോ ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിങ്ങളുടെ മകൾ തൈക്കാട്ട് തറവാട്ടിലുണ്ട്. അവൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മക്കളായിട്ട്. ഞാനാണ് പറയുന്നത്. ആസിയയുടെ സ്വരം ഉയർന്നു പോയി. അത് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ. എൻ്റെ മക്കൾ പറയട്ടെ. അവരെൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ ഞാൻ അവരുടെ ബാപ്പയല്ലെന്ന്. അബ്ദുൽ സമദ് രോഷം കൊണ്ടു. മക്കളുടെ ബാപ്പയായിരുന്നു സ്ഥിരീകരിക്കുന്നത്, മക്കളല്ല. അവർക്കതറിയില്ല. അത് സ്ഥിരീകരിക്കാൻ അവരുടെ ഉമ്മയ്ക്കേ കഴിയൂ. എനിക്ക് മാത്രം, നെഞ്ചിൽ തല്ലി അവർ പറഞ്ഞു. ഞാൻ പറയുന്നു വീണ്ടും, നിങ്ങൾ അവരുടെ ബാപ്പയല്ല. ഞാൻ നിങ്ങളുടെ ബീവിയുമല്ല. ഈ വീടിനുള്ളിൽ കയറാമെന്ന് ഈ ജന്മത്തിൽ നിങ്ങൾ ഇനി മോഹിക്കുകയും വേണ്ട. അത്രയും പറഞ്ഞ് ആസിയ അകത്തേക്ക് പാഞ്ഞു. വാതിൽ വലിച്ചടച്ചു. തിരിയുമ്പോൾ മണിയറയിലായിരുന്ന ജലാലും അനീസയും പകപ്പോടെ മുമ്പിൽ.
പട്ടുറുമാൽ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്